എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം ലോകമെങ്ങും സ്ത്രീയുടെ മഹത്വം ഓർക്കുന്ന ഒരു നല്ലൊരു ദിവസമാണ്. ആത്മീയ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ സ്ത്രീ ഒരു വ്യക്തി മാത്രമല്ല, സൃഷ്ടിയുടെ ശക്തിയാണ്. പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിൽ എപ്പോൾ രണ്ട് ശക്തികളുണ്ടെന്ന് പറയാറുണ്ട്. ഒന്ന് ചൈതന്യതയും രണ്ടാമത്തെ ശക്തിയുമാണ്. ചൈതന്യം ദിശയാണ്, പക്ഷേ ശക്തി പ്രവൃത്തിയാണ്. ആ ശക്തിയുടെ പ്രത്യക്ഷ രൂപമാണ് സ്ത്രീത്വം. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തിൽ ഭൂമിയെ ഭൂമി മാതാവെന്നും ഭൂമാതാവെന്നും വിളിക്കുന്നത്. ഭാഷയെ മാതൃഭാഷ എന്ന് വിളിക്കുന്നു. രാജ്യത്തെ മാതൃഭൂമി എന്ന് വിളിക്കുന്നു. പല നദികൾക്കും സ്ത്രീകളുടെ പേരാണ്. സ്നേഹത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഒരു അമ്മയുടെ ഹൃദയത്തിലാണ്. കരുണയുടെ ഏറ്റവും വലിയ പാഠം ഒരു സ്ത്രീയുടെ ജീവിതത്തിലാണ്. എല്ലാ സ്ത്രീകളുടെ ജീവിതങ്ങൾ നോക്കുമ്പോൾ ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അടിയൊഴുക്കായിട്ട് പോകുന്നത് കരുണയായിരിക്കും. ഈ സമൂഹം മോശപ്പെട്ട സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീ കൂടി ആയിക്കോട്ടെ, ആ സ്ത്രീകളിൽ കൂടി ഇങ്ങനെ അന്തർധാരിയായിട്ട് അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ഒരു മാതൃത്വത്തിൻ്റെ, ഒരു സ്ത്രീത്വത്തിൻ്റെ കരുണ ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ ജീവിത രീതി, അവർ വളർന്ന കാരണങ്ങൾ, അതുകൊണ്ടൊക്കെ ആയിരിക്കും സമൂഹം കല്ലെറിയുന്നത്. പക്ഷേ ഏതൊരു സ്ത്രീയും ആ സ്ത്രീത്വത്തിൽ എപ്പോഴും കരുണയും സ്നേഹവും മാത്രം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നമ്മൾ സീരിയലിലൊക്കെ സ്ത്രീത്വത്തിന് കാണിക്കുന്നത്, സിനിമകളിൽ സ്ത്രീകളെ കാണിക്കുന്നതൊക്കെ വളരെ തെറ്റായിട്ടാണ്. അവർ അഭിനയിക്കുന്ന ആൾക്കാർ അവർക്ക് കിട്ടിയ ഉപദേശപ്രകാരം അവർ അഭിനയിക്കുന്നു. പക്ഷെ അതല്ല അവിടെ കാണിക്കുന്ന നെഗറ്റീവ്. 90% അല്ലെങ്കിൽ 99% ഇല്ല എന്നുള്ളതാണ് റിസർച്ച് റിപ്പോർട്ട്. ഒരിക്കലും ഒരു സ്ത്രീക്ക് ഈ സിനിമകളിലും ഈ സീരിയലിലൊക്കെ കാണുന്ന നെഗറ്റിവിറ്റി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം കരുണയുടെ ഏറ്റവും വലിയ പാഠം എവിടെയുള്ളത്? ഒരു സ്ത്രീയുടെ ജീവിതത്തിലാണുള്ളത്. സഹനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സ്ത്രീയുടെ സഹനശക്തിയാണ്. അതുകൊണ്ട് ആത്മീയമായി നോക്കുമ്പോൾ ഒരിക്കൽ കൂടി പറയാം, സ്ത്രീ എന്നത് കരുണയുടെ ഒരു ഉറവിടമാണ്. ഒരു സ്ത്രീ വീട്ടിലുണ്ടെങ്കിൽ അവിടെ സ്നേഹത്തിൻ്റെ ഊഷ്മളത ഉണ്ടാകും. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആണുങ്ങളൊക്കെ ഒരു ബാച്ചിലർ റൂമിൽ താമസിക്കും, 3-4 പേര്. ആ വീട് അത്ര വൃത്തികേടായിരിക്കും പൊതുവെ. പക്ഷേ അവിടെ അതിൽ ഒരാൾക്ക് കല്യാണം കഴിയാണ്, ബാച്ചിലർക്ക് ഒരാൾക്ക് കല്യാണം കഴിയാന്ന് വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോകും. അപ്പോഴാണ് വെറും റൂമായിരുന്ന ഒരു സ്ഥലം ഒരു വീടായിട്ട് മാറുന്നത്. ഒരാൾക്ക് കല്യാണം കഴിയുന്നു, അവളുടെ ഭാര്യ വരുന്നു, പൂജ റൂം ആദ്യം റെഡി ചെയ്യുന്നു, ഒരു വിളക്ക് കത്തിച്ച് ദിവസം കാലത്ത് പ്രാർത്ഥന, നാമം ചെല്ല്, അങ്ങനെ ആ വീട്, അപ്പോഴാണ് വീട് ഒരു ഐശ്വര്യമായ ഒരു 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 മഹനീയമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു സ്ത്രീ വീട്ടിലുണ്ടെങ്കിൽ അവിടെയാണ് സ്നേഹത്തിൻ്റെയും ആത്മീയതയുടെയും ഒരു ഊഷ്മളത ഉണ്ടാകുക. ഒരു സ്ത്രീ സമൂഹത്തിൽ ഉണർന്നാൽ അവിടെ മനുഷ്യത്വം വളരും. ഒരു സ്ത്രീ ആത്മീയമായി ഉണർന്നാൽ അവിടെ ദിവ്യപ്രകാശം പ്രസരിക്കും. ഇന്ന് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും സ്വാതന്ത്ര്യവും ഇതിനെക്കുറിച്ചൊക്കെ നാം സംസാരിക്കുന്നു. പക്ഷേ ആത്മീയ ലോകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: സ്ത്രീയുടെ യഥാർത്ഥ ശക്തി അവളുടെ ഹൃദയത്തിലാണ്. ഇതൊക്കെ സ്ത്രീകളുടെ സ്വാഭാവികമായിട്ടുള്ള ഗുണങ്ങളാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിനം സ്ത്രീകളെ മാത്രം അഭിനന്ദിക്കുന്ന ഒരു ദിവസമായിട്ട് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. ഇന്നത്തെ ദിവസം ഇത് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ്. സ്ത്രീയെ പറ്റിയും സ്ത്രീയുടെ മഹത്വത്തെ പറ്റിയും അവരുടെ സദ്ഗുണങ്ങളെ പറ്റിയും സദ്ഗുണങ്ങളെ പറ്റിയും എല്ലാം. ഒരു സമൂഹത്തിൻ്റെ മഹത്വം അത് സ്ത്രീകളെ എത്രമാത്രം ആദരിക്കുന്നു എന്നതിലാണ്. ഒരു കുടുംബത്തിൻ്റെ സമാധാനം ആ കുടുംബം സ്ത്രീകളെ എത്രമാത്രം മനസ്സിലാക്കുന്നു എന്നതിലാണ്. ഒരു രാജ്യത്തിൻ്റെ ഭാവി ആ രാജ്യം സ്ത്രീകളെ എത്രമാത്രം ശക്തിപ്പെടുത്തുന്നു എന്നതിലാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ അവസരത്തിൽ നാം ഓരോരുത്തരും ഒരു തീരുമാനം തന്നെ എടുക്കാം. എന്താണ് തീരുമാനം? സ്ത്രീയെ ബഹുമാനിക്കുക, സ്ത്രീയെ മനസ്സിലാക്കുക, സ്ത്രീയെ പിന്തുണയ്ക്കുക. കാരണം സ്ത്രീയെ ഉയർത്തുമ്പോൾ സമൂഹം ഉയരും, സമൂഹം ഉയർന്നാൽ മനുഷ്യത്വം ഉയരും. സ്ത്രീ ഒരു മനുഷ്യൻ മാത്രമല്ല. ഒരു സ്ത്രീ സ്നേഹത്തിൻ്റെ ദീപമാണ്.
എല്ലാവർക്കും നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്ന സഹോദരന്മാരോ പിതാവോ അവർക്കൊന്നും സ്നേഹമില്ലാതെയല്ല. അവര് പ്രകാശം തരാതെയില്ല. അവരുടെ സ്നേഹത്തിന് പ്രകാശമുണ്ട്. അവർക്ക് കരുണയ്ക്കും എല്ലാം ഉണ്ട്. നമ്മളെല്ലാവരും ഒരു സമൂഹത്തിൽ സ്ത്രീകൾ മാത്രമുള്ളൊരു സമൂഹം ഒരിക്കലും അത് സമൂഹമാകില്ല. ആകാനും സാധ്യമല്ല. പക്ഷേ പുരുഷന്മാരും സ്ത്രീകളും ചേർന്ന ഒരു സമൂഹമാണ് ഏറ്റവും അധികം അല്ലേ? നമ്മൾ അതങ്ങനെയാണ് എല്ലാ സമൂഹക്കാരും ഈ ലോകാവസാനം വരെ അങ്ങനെ തന്നെ ആകുള്ളൂ. പക്ഷേ അവിടെ ഒരു സ്ത്രീത്വത്തിൻ്റെ പ്രകാശം, സ്ത്രീത്വത്തിൻ്റെ ഗുണം ഇപ്പോൾ പുരുഷന്മാർ പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരിക്കും. അവർക്ക് വേറെ മാതിരിയായിരിക്കും. അവരുടെ ബയോളജി വേറെയാണ്. പക്ഷേ അവിടെ അതിനൊക്കെ സമാധാനിപ്പിക്കുന്ന കൂളിംഗ് ചെയ്യുന്ന ഒരു സ്നേഹമാണ് ഒരമ്മ, സ്നേഹമാണ് ഒരു ഭാര്യ, സ്നേഹമാണ് ഒരു മകൾ. ഒരു കവിത അടുത്ത കാലത്ത് ഞാൻ വായിച്ചു. എല്ലാവർക്കും അമ്മ വേണം, അമ്മൂമ്മ വേണം, വല്യമ്മ വേണം, ചിറ്റമ്മ വേണം, തോഴിമാരായ സുഹൃത്തുക്കൾ വേണം, പിന്നെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ വേണം, പിന്നെ പ്രേമിക്കുന്ന സമയത്ത് നല്ല സുന്ദരിയായ പെൺകുട്ടി വേണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടി വേണം, ഭാര്യ വേണം, സമൂഹം മുഴുവനും സ്ത്രീകളുടെ എല്ലാ സഹായങ്ങളും വേണം. പക്ഷേ എല്ലാവർക്കും ജനിക്കുന്ന കുട്ടി ആൺകുട്ടി മതി എന്നൊരു കവിത വായിച്ചു. അത് തമിഴിലായിരുന്നു ആ കവിത. വളരെ നന്നായിരുന്നു. നമുക്ക് വായിച്ചപ്പോൾ നമുക്ക് ഒന്ന് നമ്മൾ ആലോചിപ്പിക്കും. പല സ്ഥലങ്ങളിലും ഇപ്പോൾ എന്താണ് ഒരു സെൻസസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പെൺകുട്ടികളില്ല. പല സമുദായങ്ങളിലും പെൺകുട്ടികളില്ല. ഇപ്പോൾ ഒരു ജാതിയുടെ ഭ്രാന്തുള്ള ആൾക്കാർ പോലും വേറെ എന്തെങ്കിലും ജാതിയിൽ നല്ല കുട്ടികളെ മതി എന്നൊക്കെ പറയുന്നൊരു കാരണം ഇത് പ്രാർത്ഥന എന്തിനോടാണ്? ആൺകുട്ടികളോടാണ്. എങ്ങനെയാണ് ആൺകുട്ടികൾ മാത്രം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സമൂഹത്തിൽ പെൺകുട്ടികളിലേക്ക് എങ്ങനെയാണ് ബാലൻസ് ആകുക? എങ്ങനെയാണ് മാച്ചിങ് ആകുക? അതൊരു ഭയങ്കര ഒരു ഇംബാലൻസ് ആണ്. അതുകൊണ്ട് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി ഏത് കുട്ടിയായാലും ദൈവം തരുന്നതല്ലേ എന്നുള്ളൊരു ചിന്തയോടുകൂടി സ്വീകരിക്കാനുള്ള മനസ്സ് ഈ സമൂഹത്തിനുണ്ടെങ്കിൽ ഈ ഒരു ഇംബാലൻസ് ഒരിക്കലും വരില്ല. അതേപോലെ സ്ത്രീകളും അധികം ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് സ്ത്രീകൾ അധികമായിരിക്കും, ആണുങ്ങൾ അധികമായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഇതുകൂടി പ്രാർത്ഥനയിൽ പറ്റുന്ന പറയുന്നത്. സൈക്കോളജിസ്റ്റ് പറയുന്നു ഒരു ദമ്പതിമാർ അവർ ഒരു കുട്ടിയെ ആഗ്രഹിക്കുന്നു. അധികവും അവർ ആഗ്രഹിക്കുന്ന കുഞ്ഞ് ജനിക്കാനായിട്ട് പ്രപഞ്ചം സഹായിക്കുന്ന പറയുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അച്ഛൻ, അമ്മ, മുത്തശ്ശൻ എല്ലാവരും ഉണ്ട്. പക്ഷേ ഹൃദയം തൊട്ട് നോക്കൂ, നമുക്കറിയാണ്ട് ഒരു കൃതജ്ഞത നമുക്ക് അമ്മയോടല്ലേ ഉണ്ടാവുള്ളൂ. അധികം നമ്മളോട് ചിലവ് ചെയ്തത് 10 മാസം ചുമന്നത് വെച്ച് ആ കണക്ക് തൊട്ട് ഇന്നത്തെ കണക്ക് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ അധികം ആരുടെ കൂടെയാണ് നമ്മളുണ്ടായിരുന്നത്? അമ്മയുടെ കൂടെയല്ലേ. ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കാൻ ആർക്കാൻ പറ്റുക? ഗർഭപാത്രത്തിലുള്ള സമയത്ത് തന്നെ നമുക്ക് ആഹാരം തന്ന അമ്മ, ജനിച്ച ഉടനെ അമ്മയുടെ ശരീരത്തിൽ രക്തം തന്ന രുചിയായിരിക്കില്ല പറഞ്ഞ പ്രപഞ്ചം മധുരമുള്ള പാല് നമുക്ക് തന്നിരിക്കുന്നു. വളരെ സ്ഥലങ്ങളൊക്കെ ഏറ്റവും പവിത്രമായ അതാണ്. സിനിമാക്കാരും സീരിയലുകാരൊക്കെയാണ് അതിനെ വളരെ വൃത്തികെട്ട ഒരു ഭാഗമാക്കി മാറ്റിയതൊക്കെ. ഇപ്പോഴും കാടുകളിലും ഒക്കെ അവർ വസ്ത്രം ധരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് സ്ഥലങ്ങൾ അവർ മറക്കേണ്ട ആവശ്യമില്ല. അത് വളരെ പവിത്രമായ സ്ഥലമായിട്ടാണ് അവർ കാണുന്നത്. ആദിവാസികളുടെ കഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ ഷോക്കായി പോകും. പ്രസവിക്കുന്ന സ്ത്രീയെ കണ്ടിട്ട് അവർ പേടിച്ചു പോയെന്ന്. ഇത് ദൈവമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് കുട്ടികൾ ജനിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ഇന്ത്യ മുഴുവൻ ഏകദേശം ഞാൻ കുറച്ചൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അമ്പലങ്ങളിൽ പ്രതിഷ്ഠ ഒരു സ്ത്രീയാണ്, ഒരു ദേവതയാണ്, ഒരമ്മയാണ്. അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ അമ്പാൾ എന്ന് പറയും. നാട്ടിലൊക്കെ നമുക്ക് എത്രത്തെ ഭഗവതിമാരാണ് നമുക്ക്. എന്തുകൊണ്ടാണത് അങ്ങനെ? ഈ സമൂഹം അത്രയൊന്നും വലുതായിട്ട് പഠിക്കാത്ത, ഒരു അത്രയൊന്നും വളരാത്ത ഒരു കാലത്ത് അവർക്ക് മനസ്സിലായി ഇവിടെ അത്യധികം ബഹുമാനിക്കപ്പെടേണ്ടത് ഒരു സ്ത്രീത്വത്തെയാണ്. അതുകൊണ്ടാണ് ഇത്രയും അമ്പലങ്ങൾ. അപ്പോൾ ഈ ഒരു വാല്യൂ സിസ്റ്റത്തിനെ നമുക്ക് എടുക്കാം കൃതജ്ഞതയോടുകൂടി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട അമ്മമാർ, സുഹൃത്തുക്കൾ, സഹോദരിമാർ, മക്കൾ, നമ്മുടെ പരിചയപ്പെട്ട സ്നേഹം നിറഞ്ഞ സ്ത്രീകൾ. ഒരു സ്ത്രീയെ കാണുമ്പോൾ ഇന്ന് സിനിമക്കാരൊക്കെ പറയുന്നത് പോലുള്ള കാഴ്ചകൾ മാത്രമാണോ ഒരു സ്ത്രീയിൽ കാണേണ്ടത്? ഒരിക്കലുമല്ല. അവരെ അത്ര ബഹുമാനത്തോടു കൂടിയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കൂടിയാണ് കാണേണ്ടത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചി, ഒരു ബ്രാഹ്മൺ ചേച്ചിയാണ്. അവർ വളരെ സാത്വികമാണ്, അങ്ങനെയൊന്നും പുറത്തു വരില്ല, എപ്പോഴും പ്രാർത്ഥന അങ്ങനെയുള്ള. അപ്പോൾ
എനിക്ക് 2-3 ദിവസം 10 കൊല്ലം മുമ്പ് നടന്നതാണ്. എനിക്ക് അസുഖമായിട്ട് ഞാൻ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആഹാരമൊന്നും ശരിക്കും കഴിക്കില്ല. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞിട്ട് പോയി, ചേച്ചി ഇങ്ങനെ പുള്ളിക്കാരൻ അവിടെയുണ്ട്, ആഹാരമൊന്നും കഴിക്കില്ല, ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പുറത്ത് വരാത്ത വല്ലപ്പോഴും ഞങ്ങളോടൊക്കെ സംസാരിക്കും. അങ്ങനെയൊന്നും മിങ്കിളാകാത്തൊരു ചേച്ചി അന്ന് വന്ന് ഒരു അമ്മയെ പോലെ, മോനെ ഞാൻ കിടക്കുകയായിരുന്നു, എന്നെ കൈ പിടിച്ച് എൻ്റെ മോനെ ഒന്ന് വാ, നീ എണീക്ക് എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് എരിവൊക്കെ കുറഞ്ഞ ആഹാരമൊക്കെ തന്നിട്ട്, വീട്ടിൽ ഞങ്ങളുടെ എൻ്റെ വൈഫ് ഉണ്ടാക്കിയ ആഹാരമൊക്കെ തന്നിട്ട് അടുത്തിരുന്നിട്ട് എന്നെ 3 ദിവസം 3 നേരവും പിന്നെ ഞാൻ ഉറങ്ങാത്ത സമയത്ത് ഇങ്ങനെ പുറത്തിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നൊരു ചെയറിട്ട് എഴുതുന്ന മുറ്റത്ത്, അവിടെ ഫ്ലാറ്റിൻ്റെ ഉള്ള മുറ്റത്ത് വന്നിരുന്ന് എന്നോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരുടെ ജീവിത കഥകളൊക്കെ പറഞ്ഞ് എനിക്ക് ആ 3 ദിവസം കൊണ്ട് എൻ്റെ അസുഖം മാറി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ കാണും. വലിയൊരു ഓഫീസിലേക്ക് പോകുമ്പോൾ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. ഞാൻ ദുഃഖിച്ചിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വരുന്നു. ആ, എന്താണ് ഞാൻ പറഞ്ഞിങ്ങനെ, എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല, എനിക്ക് അത്യാവശ്യം ഇദ്ദേഹത്തെ കാണണം, എൻ്റെ ഒരു കൺസൈൻമെൻറ്റ് അബ്രോഡിൽ നിന്ന് വരുന്നുണ്ട്, സിംഗപ്പൂരിൽ നിന്ന് വരുന്നുണ്ട്, എൻ്റെ ബിസിനസ്സാണെന്നൊക്കെ പറഞ്ഞ്, അതിനെന്താ പറഞ്ഞു, വരും ഇരിക്കുമോ, കോഫി കഴിക്കുമോ, നിങ്ങളെന്താ ടെൻഷൻ ആകുന്നതൊക്കെ പറഞ്ഞ്, സ്ട്രെസ്സാണെന്ന് പറഞ്ഞ് 2 ഫോൺ ചെയ്തു. ഈ കമ്മീഷണർ എന്നെ കാണാൻ വന്നു, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്നു. വാട്ട്സ് യുവർ പ്രോബ്ലം? ഇതൊന്നുമില്ല. അത് പുള്ളിക്കാരൻ എന്നെ അയാളുടെ റൂമിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അരമണിക്കൂർ നേരത്തിനുള്ളിൽ എനിക്ക് എല്ലാ സാങ്ഷനും കിട്ടി. അങ്ങനെ ഒട്ടനേകം അനുഭവങ്ങൾ ഉണ്ട്. കണ്ണൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ദുബായിക്ക് പോയി, പാസ്പോർട്ട് എല്ലാം കളഞ്ഞു പോയി, ചെരുപ്പ് പോലില്ല, ചുട്ടുപൊരിഞ്ഞ ഈ ചൂടിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ വഴിയൊന്നും എവിടെയെങ്കിലും തേടി ഒരു ജോലി കിട്ടാനായിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് ഒരു ഫിലിപ്പിൻ ഗേൾ, അവർക്ക് മലയാളം അറിയില്ല, ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. അപ്പോൾ അവൾ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ, വിശക്കുന്നു, എനിക്ക് ജോലി വേണമെന്ന് ഇയാൾ ആക്ഷനിൽ ഈ കണ്ണൻ പറഞ്ഞു. ആ സ്ത്രീക്ക് മനസ്സിലായിട്ട് ഒരു കൈ കാണിച്ച് അങ്ങനെ നേരെ പോയിട്ട് റൈറ്റിൽ തിരിഞ്ഞാൽ അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ ജോലിക്ക് ആളെടുക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ പോയിക്കോളുന്നുള്ളത് ആംഗ്യ ഭാഷയിൽ ആ പെൺകുട്ടി പറയുന്നു. ഇവൻ അങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ നോക്കുമ്പോൾ ഒരു പുതിയ ഒരു ഫാക്ടറി ആരംഭിക്കുകയാണ്, അവിടെ ആൾക്കാർ ആവശ്യമാണെന്നൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ഉള്ളിൽ പോകുന്നു, അവിടെ പോയി ജോലിക്ക് കയറി, ചെറിയൊരു പോസ്റ്റിൽ ജോലിക്ക് കയറി. ഇപ്പോൾ അവിടുത്തെ വലിയൊരു GM ആയിട്ട് മാറി, നിറയെ സമ്പാദിച്ചു, 1-2 വീടുകളൊക്കെ കെട്ടി, മക്കളെയൊക്കെ നന്നായി പഠിപ്പിച്ചു. അവൻ എപ്പോഴും എന്നോട് പറയും, തിരിച്ചു വന്ന് ഉടനെ 2 മണിക്കൂർ ജോലി കിട്ടി ഉടനെ തിരിച്ച് ഓടി വന്ന് നോക്കിയെന്ന് ഈ ഫിലിപ്പീൻസ് പെൺകുട്ടിയെ ഒന്ന് കണ്ട് താങ്ക്സ് പറയാനായിട്ട്. ആ കുട്ടിയോടെ ഉണ്ടായിരുന്നില്ല. അവൻ പറയായിരുന്നു, അത് ആരുമല്ല സുരേഷേ, എൻ്റെ കാവിലെ അമ്മയാണെന്ന്. പറയുമ്പോൾ തന്നെ കണ്ണ് നിറയുന്നു. അതിൻ്റെ കാവിലെ അമ്മയായിരുന്നു. എത്രയോ സൗഭാഗ്യങ്ങൾ കിട്ടുമ്പോഴും ഇപ്പോഴും ഓരോ സമയത്തും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ട കാവിലമ്മയെ നന്ദി എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെ സ്മരിക്കുമെന്ന്. അങ്ങനെ എല്ലാവർക്കും ജീവിതത്തിൽ പുരുഷന്മാരും നമുക്ക് വന്ന് കാണാം, പക്ഷേ ഒരു സ്ത്രീയുടെ ഒരു അമ്മയുടെ ഒരു മാതൃത്വം നിറഞ്ഞ ഒരു മനുഷ്യ ദൈവത്തിൻ്റെ, ഞാൻ എപ്പോഴും ആരോട് എന്ത് സംസാരിച്ചാലും എൻ്റെ അമ്മയെ പറ്റിയും എൻ്റെ ചേച്ചിയെ പറ്റിയും എൻ്റെ ഭാര്യയെ പറ്റിയും ഞാൻ എപ്പോഴും അത് ഞാൻ പറയും. കാരണം എൻ്റെ ചേച്ചിയുടെ 2 മക്കൾ, ഈ ഇത്രയും പേര് ഞാൻ കണ്ട, പിന്നെ എൻ്റെ ടീച്ചർമാർ, ഇപ്പോഴും എല്ലാം നന്നായി ഓർക്കുന്നു. ആനന്ദോൾ ടീച്ചർ, 2 രാധാ ടീച്ചർമാർ, തങ്കം ടീച്ചർ, എന്നെയൊക്കെ എത്ര സ്നേഹിച്ചിട്ടുണ്ട്. എന്നെ അടിച്ചിട്ടേ ഇല്ല. ഈ മാഷന്മാർക്ക് തല്ലിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അവർ ഇഷ്ടമില്ല സ്കൂൾ പഠിക്കുന്ന സമയത്ത്. പിന്നെയൊക്കെ കണ്ടാൽ കൂടി ഞാൻ അധികം ഹലോ മാഷ് എന്ന് പറയും. പക്ഷേ ഈ ടീച്ചർമാർ അങ്ങനെയല്ല. എന്നെ 1-ാം ക്ലാസ്സിൽ എന്നെ എടുത്തിട്ട് ഞാൻ ആഹാരം കഴിക്കാത്ത സമയത്ത് എനിക്ക് ആഹാരം കുഴച്ച് തന്ന ടീച്ചർമാരായിരുന്നു, അമ്മയല്ലേ അവർക്ക്. ഇപ്പോഴും എൻ്റെ ഒരു ആനന്ദ ടീച്ചർ ഞാൻ ഇടയ്ക്കൊക്കെ ഫോൺ ചെയ്യും, സംസാരിക്കും. ഞാൻ അവരെ പോയി കണ്ടത് ആദ്യം കുറേ കൊല്ലങ്ങൾക്ക് ശേഷം അവരെ പോയി കണ്ടത് ഞാൻ ആർട്ടിക്കിളായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ടീച്ചർമാരും ഒരു എന്താ പറയുക, ഗുരുക്കന്മാർ മാത്രമായിരുന്നില്ല ഞങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത്, അവരൊക്കെ അമ്മയായിരുന്നു. ഇന്നും പറയുകയാണെങ്കിൽ അമ്മയെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് കുസു ചെയ്താൽ തല്ലും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ടീച്ചർമാർ എന്നെ വളരെ സ്നേഹിച്ചിട്ടുണ്ട്, വളരെ വാത്സല്യമാണ്. ഇടയ്ക്കൊക്കെ ഒരു പാട്ട് പാടാൻ പറയും, ഒരു പാട്ട് അതിൽ നമുക്ക് അർത്ഥമൊന്നും അറിയാണ്ടാണ് പല പാട്ടുകളൊക്കെ പാടുന്നത്, പ്രേമത്തിൻ്റെ പാട്ടുകളൊക്കെ ആയിരിക്കും നമ്മൾ പാടി കാണുക. അവരൊക്കെ ചിരിക്കും. കുറേ കാലത്തിന് ശേഷം എന്തിനാ അവർ ചിരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. ഈ ചെറിയ കുട്ടി പാടുന്ന പാട്ടൊന്നുമല്ല, ഈ അമ്മാവൻ പാടുന്ന പാട്ടൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഈ പാട്ടൊക്കെ പാടുന്നത്, സിനിമയിലെ പാട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയാമോ, എനിക്ക് എന്താ അറിയാം ടീച്ചറെന്ന് പറയും. അങ്ങനെ എനിക്ക് ഓർക്കുമ്പോൾ ടീച്ചർമാരെ പറ്റി എന്ത് വേണമെങ്കിൽ എത്രത്തോളം സംസാരിക്കും. ഇപ്പം ഞാനുള്ള ഈ PMC മലയാളത്തിൽ തന്നെ സ്ത്രീ ദൈവങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങളുടെ സുപ്രിയാജി തൊട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ശ്രീകല വരെ കുറേ പേരുണ്ട്. പക്ഷെ ഞാൻ സന്തോഷിച്ച് കുറേ പേരുണ്ട്, പക്ഷെ ആക്റ്റീവായിട്ടുള്ളതെല്ലാം സ്ത്രീകളാണ് അവിടെ.
അത് വലിയ സന്തോഷമാണ്. അതേപോലെ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു വലിയൊരു നടൻ ഡയറക്ടറാണ്. എൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയപ്പോൾ 36 എംപ്ലോയീസ് ഉണ്ട്. സെക്യൂരിറ്റി തൊട്ട് ആ ഓഫീസിലെ GM വരെ എല്ലാം സ്ത്രീകളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് സ്ത്രീകളായിട്ട് എന്തുകൊണ്ടായിക്കൂടാ? അവർ വളരെ വിശ്വസ്തരാണ്. പണം എടുക്കില്ല, കള്ളക്കണക്ക് എഴുതില്ല, എല്ലാം സമയത്തിന് വരും. പിന്നെ ചെറിയ ചെറിയ സ്ത്രീകൾക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും. അത് ഞാനൊരു സ്പെഷ്യലായിട്ട് കൗൺസിലർ പോലെ ഒരാൾ വെച്ചിട്ടുണ്ട്. അവരൊക്കെ സംസാരിച്ച് എല്ലാം ശരി ചെയ്യുന്നുണ്ട്. എന്ത് മനോഹരമായിരുന്നു ആ ഓഫീസ് കാണാനായിട്ട്. സൗന്ദര്യത്തിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ആദ്യം പുരുഷന്മാരെ പറ്റിയാണോ അധികം പറയും? പുരുഷന്മാർക്ക് ധീരതയെ പറ്റി സംസാരിക്കും. സൗ സൗ ഒരു സൗന്ദര്യത്തെ പറ്റി ആസ്വദിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെ പറ്റിയല്ലേ. ഇപ്പോൾ ഏത് രാജ്യത്തിൽ പോയാലും അടുത്ത VIPക്കൊക്കെ ആ രാജ്യത്തെ സാംസ്കാരികമായിട്ടുള്ള കലകളെ ബഹുമാനിക്കുന്ന തരത്തിൽ ഒരു സ്ത്രീയുടെ നൃത്തമായിരിക്കും അധികം വെച്ചിരിക്കുക. അതിലെ സ്ത്രീകൾ ബഹുമാനം കുറവുകൊണ്ടല്ല, നല്ല നമ്മുടെ തന്നെ നോക്കൂ സ്ത്രീകളെ. ഞാൻ ഇന്നലെ കൂടി പറയായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ, ഒരു നമ്മുടെ കലകളുടെ ഇന്ത്യയിലെ കലകളുടെ അടിസ്ഥാനമായിട്ടുള്ള നല്ല നൃത്തങ്ങൾ ഉണ്ടല്ലോ. അതിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, നമ്മുടെ തിരുവാതിരക്കളി, അതിനൊക്കെ നോക്കും. നല്ല ഡ്രസ്സുകൾ, കോസ്റ്റ്യൂം എന്നോ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഡ്രസ്സുകളൊക്കെ എത്ര ഭംഗിയുള്ളതാണെന്ന് നോക്കൂ. നന്നായി ശ്രദ്ധിച്ചാൽ പല ഭഗവതിമാർക്കും ഏകദേശം ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണ് ആ ശില്പത്തിന് അലങ്കാരം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെയൊക്കെ കാണിക്കുന്നത്? ഒരു സ്ത്രീയുടെ ഒരു മഹത്വത്തൊക്കെയാണ് ഈ പല സ്ഥലങ്ങളിലും ഈ മുഖ്യത്വം കൊടുക്കുന്നതിലുള്ളത്. ഇത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ഇന്നത്തെ വിമൻസ് ഡേ പറ്റിയുള്ള ചെറിയ നമ്മുടെ ചിന്തകൾ നമ്മൾ അർപ്പിക്കുന്ന ഈ സമയത്ത് ഒരിക്കൽ കൂടി നമ്മളെല്ലാവരും ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് പുരുഷന്മാർ കുറച്ചുകൂടി അവർ സ്നേഹിക്കുക, കുറച്ചുകൂടി അവർക്ക് മുൻഗണന കൊടുക്കുക. ഈ വാട്സപ്പിലും ഇമെയിലൊക്കെ വരുന്ന സ്ത്രീകളെ പറ്റിയുള്ള ജോക്സൊക്കെ സ്ത്രീ വിരുദ്ധരായിട്ടുള്ള പലരും ഭർത്താക്കന്മാരെ കളിയാക്കുന്നു, ഭാര്യമാരെ കളിയാക്കുന്നു. അവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ നഷ്ടപ്പെട്ടവർ അല്ല. അതുകൊണ്ടൊക്കെയാണ്. അതൊന്നും ഒരിക്കലും എൻകറേജ് ചെയ്യരുത്. അത് വളരെ ഹിന്ദു മതത്തിൽ ഒരു അഗ്നിസാക്ഷ്യമായിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഭാര്യയെ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിനെ കളിയാക്കുമ്പോൾ പരസ്പരം അവരവർ തന്നെ കളിയാക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ പറയുന്നത് ഭാര്യ ഭർത്താവിന് ഒരു വസ്ത്രമായിട്ടാണ്. ഭർത്താവിന് ഭാര്യ പരസ്പരം ഒരു വസ്ത്രമാണ്. അതിനർത്ഥം എന്താണ്? അവളുടെ മാനം കാക്കുന്നവനാണ് ഇവൻ്റെ മാനം കാക്കുന്നതാണ് അവൾ. അങ്ങനെ ആ അർത്ഥത്തിലാണ് പറയുന്നത്. ബൈബിൾ പറയുന്നുണ്ട്, നീ ആഹാരം കഴിക്കുന്നതിന് മുമ്പും നീ നിന്റെ വസ്ത്രത്തിന് മുമ്പും നിന്റെ ഭാര്യയ്ക്കുണ്ടോ എന്ന് നീ അന്വേഷിക്കുക. അവൾക്ക് വേണ്ടതെല്ലാം നീ കൊടുക്കാനായിട്ട് നീ ബാധ്യസ്ഥനാണ്. എന്നാൽ രണ്ടുപേർക്ക് ജോലി ചെയ്യുന്നുണ്ട് എങ്കിലും അവൾ കെയർ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും പുരുഷൻ്റെ കടമയാണ്. അത് അവൾ തന്നെ എല്ലാം ചെയ്യണം. അവർ തന്നെ ആഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോഴും ഒരു സ്ത്രീ തന്നെ ആഹാരം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അവൾക്ക് ചിലപ്പോൾ അതൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷേ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ അറിഞ്ഞൊരു ഭർത്താവ് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ആരെങ്കിലും ഒരു ദിവസം നല്ല ആഹാരം ഉണ്ടാക്കിയിട്ട് മോളെ ഇത് കഴിക്കുന്നു പറയുമ്പോൾ അത് എത്ര സന്തോഷമായിരിക്കും അറിയോ അവർക്ക്. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞാണ്, എല്ലാ ദിവസവും ഭാര്യ കുക്ക് ചെയ്യുന്നില്ലടോ, ഞായറാഴ്ച നിനക്കൊന്ന് പുറത്ത് പോയി കഴിച്ചൂടെ? കഴിയുന്നത് ഞങ്ങൾ ഞായറാഴ്ച പുറത്താണ് കഴിക്കുന്നത്. അന്നത്തെ ദിവസം പുള്ളിക്കാരൻ ജോലിക്ക് പോകുന്നു. അപ്പോൾ ഒരു റെസ്റ്റ് എന്ന പോലെ തന്നെ നമ്മളാൽ കഴിഞ്ഞ ഈ കൊറോണ വന്ന ലോക്ക്ഡൗൺ പീരീഡിലൊക്കെ കുറേ ഭർത്താക്കന്മാർ മനുഷ്യരായി എന്ന് എൻ്റെ പ്രൊഫസർ പറഞ്ഞു. ആ സ്ത്രീകളുടെ ജോലികളൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത്രത്തോളം കഠിനമായിട്ടുള്ള ഒരു ജീവിതമാണോ സ്ത്രീകൾക്ക്. പ്രത്യേകിച്ച് ജോലിക്കും പോയിട്ട് വരുന്നവർക്ക് പല സ്ഥലങ്ങളിലും ജോലിക്കാരികൾ വേണ്ടെന്നാണ് പറയുന്നത്. അവർ ചെയ്ത ജോലി ശരിയില്ല, വീണ്ടും ആ ജോലി സ്ത്രീകൾക്ക് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ജോലിക്കാരി വേണ്ട പറഞ്ഞിട്ട് ഈ വീട്ടമ്മയാണ് എല്ലാ ജോലികളും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ അമ്മൂമ്മ തൊട്ട് അവരുടെ സംസ്കാരങ്ങൾ തൊട്ട് അവരുടെ നാമജപം പ്രാർത്ഥന തൊട്ട് നമ്മുടെ അമ്മ, അവരുടെ സ്നേഹം, അവരുടെ കരുണ, അവർ നമുക്ക് എന്തെല്ലാം ചെയ്തു. അത് പിന്നെ ഭാര്യമാർ, ആ ഭാര്യമാരുടെ എല്ലാ കുടുംബത്തിലുള്ള ഭാര്യമാരും അവരെത്ര സ്നേഹത്തോടു കൂടിയും കരുണയോടു കൂടിയാണ് എത്ര കഷ്ടപ്പെട്ടാണ് എല്ലാം ചെയ്യുന്നത്. അവർ അസുഖം പോലെ വേഗം പറയില്ല, അത് വളരെ സീരിയസ് ആയിട്ടൊക്കെ പറയുക. അത് തെറ്റാണ്. അത് കഴിഞ്ഞ് മക്കള് നോക്ക്, എത്ര ആൺകുട്ടികളുണ്ടെങ്കിലും ഒരു മോള് വന്നിട്ട് അച്ഛാ എന്ന് വിളിക്കുന്ന സമയത്ത് എത്ര 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 സന്തോഷമാണ്. അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഞാൻ റിട്രീറ്റിന് പോയപ്പോൾ അവിടെ ഒരു മോള് അച്ഛാ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ആഹാരം കഴിച്ചോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞ് വോയിസ് മെസ്സേജ് ഇടും. എനിക്ക് എന്നെ ഫോൺ ചെയ്ത് എന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും.
എൻ്റെ വൈഫിനോടും പല പല കാര്യങ്ങളും അച്ഛൻ ഇപ്പോൾ ആഹാരം കഴിക്കുന്നുണ്ടോ, ജോലിക്കൊക്കെ എന്താ പോയിട്ട് സമയത്ത് നേരത്തെ വരുന്നുണ്ടോ, ഇപ്പോഴും ജോലി ചെയ്യുന്നു പറഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കെയറിങ്. അത് എവിടുന്നാണ് വരുന്നത്? അവളൊരു അച്ഛനല്ല കാണുന്നത്, തൻ്റെ ഒരു മകനെ കാണുന്നത് പോലെയാണ് ആ കുട്ടി സംസാരിക്കുക. അപ്പോൾ അത്, ആ സുഖം, ആ സന്തോഷം, അത് ഈ സമൂഹം മനുഷ്യരെ കാണുന്ന ആ ദർശനത്തിൽ, ഇന്നത്തെ സിനിമകൾ കാണുന്ന ആ ദർശനത്തിലല്ല സ്ത്രീകളെ കാണേണ്ടത്. സ്ത്രീകളെ ബഹുമാനിക്കാൻ എൻ്റെ അമ്മ, ഒരു സ്ത്രീകൾക്ക് എന്താണ്, അവർക്ക് ചെറുപ്പം, ഞങ്ങൾ 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്കും എൻ്റെ ചിറ്റയുടെ മക്കളെയൊക്കെ വിളിച്ച് എൻ്റെ അമ്മ നന്നായി പഠിച്ച അമ്മയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഇതാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ആർത്തവത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതേപോലെ ലിഫ്റ്റിലോ ബസ്സിലോ ഇവിടെ പോകുമ്പോൾ സ്ത്രീകൾ കാണുമ്പോൾ അവർ നീ എണീറ്റ് അവർക്ക് സ്ഥലം കൊടുക്കണം മോനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കും എൻ്റെ ചിറ്റയുടെ മക്കൾക്കൊക്കെ ആൺകുട്ടികളെ വിളിച്ച് എൻ്റെ അമ്മ ക്ലാസ് എടുത്തു. അതാണ്, അങ്ങനെയാണ് ഇന്നത്തെ ഇവിടെ കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ, ആൺകുട്ടികളുണ്ടെങ്കിൽ സ്ത്രീത്വം എന്താണെന്നും സ്ത്രീകൾ എങ്ങനെ ബഹുമാനിക്കണമെന്നും അമ്മമാരാദ്യം പറഞ്ഞു കൊടുക്കണം. സമൂഹം പറയുമ്പോഴൊന്നും അറിയില്ല. അവർക്ക് ഭോഗവസ്തുക്കളായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലേക്ക് ഇന്നത്തെ ഈ എന്താണ് സിനിമാക്കാർ മാറ്റി വെച്ചിരിക്കുകയാണല്ലോ. അത് ഐറ്റം സോങ് എന്നൊക്കെ എന്താണ് അർത്ഥം? സ്ത്രീകളെ വൃത്തികേടായിട്ട് ഡ്രസ്സ് കാണിച്ചിട്ട് അവർ പാവങ്ങൾ അഭിനയിക്കാൻ വരുന്ന ആൾക്കാർ അഭിനയിക്കുന്നു. അവർ കുട്ടികളുടെ മനസ്സിൽ എന്താ വിഷമല്ലേ ഇവർ കലർത്തി വിടുന്നത്? ഇതൊക്കെ നമ്മൾ സംസാരിക്കണം. അത് നമ്മൾ സംസാരിക്കുന്നില്ല. ഞാൻ ഈ ഒരു തലം ഉപയോഗിച്ച് ഞാനത് പറയുകയാണ്. ഒരിക്കലും അങ്ങനത്തെ സിനിമകൾ കുട്ടികളെ കാണിക്കരുത്. കുട്ടികൾ കാണുമായിരിക്കും, പക്ഷേ ഇപ്പോഴും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മക്കളെ വളർത്തുന്ന റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഷനിൽ കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കളെ എനിക്കറിയാം. അവർ അതുപോലെ എല്ലാവരും അത് ചെയ്ത് സ്ത്രീത്വത്തിനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനുള്ള മനസ്സ് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും, ഇന്ന് വളരുന്ന കുട്ടികളിലെങ്കിലും നമ്മൾ വിതച്ച് വരണം. നമ്മളും അത് നമുക്ക് മനസ്സിലാക്കി അവരെ ആദരിക്കാം. ഇത് വിമൻസ് ഡേ എന്നുള്ള ഈ ഒരു മാർച്ച് 8 മാത്രം ആദരിക്കേണ്ട ഒന്നല്ല. എല്ലാ ദിവസങ്ങളും എപ്പോഴും നമുക്ക് സ്ത്രീത്വത്തെ ബഹുമാനിക്കാം, സ്നേഹിക്കാം. ഒരു ജെയിൻ ഗുരു പറയായിരുന്നു, രണ്ടുപേരോട് മാത്രം നമ്മൾ പുഞ്ചിരിച്ച് സംസാരിക്കണം. ആരൊക്കെയാണ്? ഒന്ന് കുട്ടികളോട്, അവരോട് പുഞ്ചിരിച്ച് സംസാരിക്കണം. അതാണ് അവരുടെ ഇമേജിൽ ഉണ്ടാകുക. പിന്നെ ബഹുമാനത്തിനർഹമായ എല്ലാ സ്ത്രീകളോടും കുറവായിട്ട് സംസാരിക്കുക, അവരോട് പുഞ്ചിരിച്ച് സ്നേഹത്തോടെ സംസാരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും, ഞാനിത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് പറയുന്നില്ല, സ്ത്രീകൾക്കും സ്ത്രീകളോട് കൂടി ജീവിക്കുന്ന ഭാഗ്യസ്ഥരായ, ഭാഗ്യം നിറഞ്ഞ പുരുഷന്മാർക്കും എല്ലാവർക്കും, മക്കൾക്കും, ആരെല്ലാം സ്ത്രീകളോട് കണക്റ്റഡ് ആയിട്ടുണ്ടോ, അല്ലേ? സ്ത്രീകളോട് കണക്ട് ചെയ്യാണ്ട് ആരാണുള്ളത് ഈ ലോകത്ത്? അതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമായതല്ല ഞാൻ പറയുന്നു. സ്ത്രീകളെ സ്നേഹിക്കുന്ന, സ്ത്രീകൾക്ക് ആദരവ് കൊടുക്കുന്ന എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ചേർന്ന് എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഹാപ്പി ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. നമസ്തേ.